ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് നൽകിയ ദർശനത്തിന്, വാഗ്ദത്തത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ഇന്ന് പകൽ നിങ്ങൾ നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ സമാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സമയം തെറ്റുകയില്ല. ദൈവത്തിൻ്റെ സമയം തെറ്റുകയില്ല. ദൈവത്തിൻ്റെ പദ്ധതി ഒരിക്കലും വൈകുകയില്ല. ദൈവം തക്ക സമയത്ത് ശീഘ്രത്തിൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാണ്. അബ്രഹാം വാർദ്ധക്യത്തിലാണ്, ശരീരം നിർജ്ജീവമാണ്, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമാണ്. സാഹചര്യങ്ങൾ നോക്കി വാഗ്ദത്തത്തെ നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. സാഹചര്യങ്ങളോട് ഒത്തുപോകാത്ത ചില അനുഭവങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. യോസേഫിൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിരുന്നു. ആ സാഹചര്യവുമായി, അവൻ കടന്നുപോയ വഴികളുമായി ആ വാഗ്ദത്തത്തെ നമുക്ക് ഒത്തുനോക്കാൻ കഴിയുകയില്ല. പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലും പോത്തിഫറിന്റെ ഭവനത്തിലും കാരാഗ്രഹവാസത്തിലൂടെയൊക്കെ യോസേഫ് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ മറന്നു, എന്നെ കൈവിട്ടു എന്നുള്ള ചിന്തകളൊക്കെ ശക്തമാകാൻ സാധ്യതയുള്ള വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ ഭക്തന്മാർ കടന്നുപോയി. എന്നാൽ ദൈവം വെച്ച അവധിക്ക്, ദൈവത്തിൻ്റെ സമയത്ത് ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി കണ്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളോട് പറഞ്ഞ ആലോചനയ്ക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്. അത് ഒരിക്കലും തെറ്റുകയില്ല. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുക. ഇന്ന് പകലും സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. നിങ്ങളതിനായി കാത്തിരിക്കണം, ക്ഷമയോടെ കാത്തിരിക്കണം. വിശ്വാസത്താലും ദീർഘക്ഷമയാലുമാണ് വാഗ്ദത്തങ്ങളെ നമ്മൾ പ്രാപിക്കുന്നത്. പിതാക്കന്മാരൊക്കെ അങ്ങനെ കാത്തിരുന്നവരാണ്. അതുകൊണ്ട് ഇന്ന് പകൽ മടുത്തു പോകാതെ വിശ്വാസത്തോടെ കാത്തിരിക്കുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെ വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. നിങ്ങൾ കേട്ട വചനത്തിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ്. വിശ്വാസത്തോടെ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.